ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ആയിരുന്നു, ഇതിന് തൊട്ടും ഒരു വീഡിയോ ഇട്ടിരുന്നു. ശ്രേയസ് ചേട്ടോളങ്ങര അമ്പലത്തിൻ്റെ അവിടെ നടത്തിയ ISRO എക്സിബിഷൻ്റെ ഒരു വീഡിയോ. അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്, ഞാനത് കുട്ടികളെ ഉദ്ദേശിച്ചാണ് ഇട്ടത്. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന നല്ലൊരു വീഡിയോ ആണ്. പക്ഷേ അത് ആരും തന്നെ കാണുന്നില്ല. ഞാൻ ഇടുന്ന പാചകങ്ങൾ പലരും കാണുന്നുണ്ട്, പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള വീഡിയോസ് ഇടുമ്പം അതിൽ ആർട്ടും ക്രാഫ്റ്റും ഒക്കെ ഇടുന്നൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ഇങ്ങനത്തെ ഉള്ള വീഡിയോസ് നമ്മൾ കണ്ടിരിക്കണം. കാരണം നമുക്ക് നമ്മുടെ കുട്ടികളെ ഏത് രീതിയിലേക്ക് കൊണ്ടുവരണം, അവർക്ക് അതിന് പ്രോത്സാഹനം കൊടുക്കണം. അങ്ങനെയൊക്കെ അതിനൊക്കെയുള്ള ഒരു നല്ലൊരു ഉപാധിയാണ് ഇങ്ങനെയൊക്കെയുള്ള പ്രോഗ്രാംസ്. അങ്ങനെയുള്ള പ്രോഗ്രാംസ് നമ്മുടെ കുട്ടികളെ പങ്കെടുപ്പിക്കുക. ഇനി പങ്കെടുക്കാൻ ഒത്തില്ലെങ്കിലും ഇങ്ങനെയുള്ള വീഡിയോസ് കാണിച്ച് അവരെ കാണിച്ചു കൊടുത്ത് അവർക്ക് അതിന് പ്രോത്സാഹനം കൊടുക്കണം. ഇവിടെ ആ കുട്ടികൾ ഓരോരുത്തരും നടത്തിയേക്കുന്ന ആ പ്രസൻറ്റേഷൻ, ഓരോന്നിനെക്കുറിച്ച് പ്രസൻറ്റേഷൻ, ഞാൻ നേരത്തെ അന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ അപാര പ്രസൻറ്റേഷനാണ് അവരുടെ. അതുപോലെ ഞാൻ പറഞ്ഞിരുന്നു, അന്ന് ഒരു കുട്ടി 10 മിനിറ്റ് ഒരു പ്രസൻറ്റേഷൻ നടത്തിയിട്ടുണ്ട് നേരത്തെ. അതിൻ്റെ ആ കുട്ടിക്ക് ചെയ്യാനുള്ള പ്രചോദനവും മറ്റു കാര്യങ്ങളും ആ സ്കൂളിലെ കാര്യങ്ങളും അതുപോലെ അതിന് VSSCയിലേക്ക് ഒരു സെലക്ഷൻ കിട്ടിയ കാര്യങ്ങളും എല്ലാ വീഡിയോയ്ക്കകത്ത് ആ പ്രസൻറ്റേഷൻ്റെ ഇടയ്ക്ക് അത് പറയുന്നുണ്ട്. അതിനകത്ത് ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുട്ടികളെ കാണിക്കുകയും അവർക്ക് പ്രോത്സാഹനമാവുകയും ചെയ്യണം. അതുപോലെ ഇതിനകത്ത് ലാസ്റ്റിലൊരു കരിയർ ഗൈഡൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു, അത് ഞാൻ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ ഒത്തിരി കുട്ടികൾ, കൊച്ചു ക്ലാസ്സുമാരുള്ള കുട്ടികൾ ഒരുപാട് പേരെ കരിയർ ഗൈഡൻസ് പ്രോഗ്രാമിന് അതിന് അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പം ഞാൻ അതുപോലെ ഇതിനെക്കുറിച്ച് അഭിപ്രായം അവിടെ ഒന്ന് രണ്ട് പിള്ളേരുടെ വെച്ചപ്പോൾ അവരുടെ അഭിപ്രായങ്ങൾ ഞാൻ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതൊന്ന് കാണുക, നിങ്ങളുടെ കുട്ടികളെ കേൾപ്പിക്കുക എന്നാണ് വീണ്ടും ഞാൻ പറയുന്നത്. അവർക്ക് ഇതൊരു ശരിക്കും ഒരു പ്രോത്സാഹനമായിരിക്കും. നമ്മളാരെയും നിർബന്ധിച്ച് ഒന്നിനും വിടണം. ഇപ്പോൾ എല്ലാ പിള്ളേരെയും ഡോക്ടർമാരാക്കണം, എഞ്ചിനീയർമാരാക്കണം എന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. പക്ഷേ ഡോക്ടർമാരും എഞ്ചിനീയർമാരും ആക്കുന്നതിനേക്കാൾ ഇതിനേക്കാളൊക്കെ നല്ല നല്ല ഒഫീഷ്യൽ പോസ്റ്റുകളിലും നല്ല അർഹിക്കുന്ന അംഗീകാരങ്ങളും കിട്ടുന്ന ഒരു ജോലിയാണ് ഇതുവഴി നമുക്ക് കിട്ടാൻ പോകുന്നത്. സയൻറ്റിസ്റ്റ് ആകുക എന്നൊക്കെയുള്ള രീതി പറയാനല്ലേ. അങ്ങനെയുള്ള രീതിയിൽ അങ്ങനെ താല്പര്യമുള്ള പിള്ളേരെ അതിനായിട്ടൂടെ പ്രോത്സാഹിപ്പിക്കാനും ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ അവരെ കാണിക്കുകയും അവർക്ക് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ രക്ഷകർത്താക്കളുടെ അല്ലെങ്കിൽ ടീച്ചേഴ്സിൻ്റെ ഉത്തരവാദിത്തമാണ്. ടീച്ചേഴ്സും രക്ഷകർത്താക്കളും ആ ഒരു കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തണം. എനിക്കിത് കണ്ടപ്പോഴാണ്, എൻ്റെ മക്കളെയൊന്നും അങ്ങനെ ആയില്ല, എന്നാലും എനിക്കിത് കണ്ടപ്പോഴാണ് അങ്ങനെയുള്ള രീതിയിൽ കുട്ടികളെ വിടുന്നത് നല്ലതായിരിക്കും തോന്നിയത്. അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണുക. എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മുടെ പിള്ളേരെ അതിനുവേണ്ടി പ്രോത്സാഹനം കൊടുക്കുക, അവർക്ക് അതിന് സപ്പോർട്ടുകൾ കൊടുക്കുകയും ചെയ്യുക. എന്നെ സപ്പോർട്ട് ചെയ്യാമെന്നല്ല ഞാൻ കൂടുതൽ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ആ കുട്ടിയുടെ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. ഇതാണ് ചന്ദ്രയാൻ-1 പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ISRO അല്ലെങ്കിൽ ഇന്ത്യ നിക്ഷേപിക്കുന്ന ഇന്ത്യയിൽ നിന്നുള്ള ഏറ്റവും ആദ്യത്തെ ചന്ദ്രനിലേക്കുള്ള ദൗത്യമാണ് ചന്ദ്രയാൻ-1. ചന്ദ്രയാൻ-1ന്റെ പ്രത്യേകത എന്ന് പറയുന്ന ഗ്രൗണ്ട് റോക്കറ്റിലാണ്. ഈ PSLV ലോഞ്ച് ചെയ്തതിനു ശേഷം ഇത് ചന്ദ്രന് ചുറ്റും ഈ പ്രൊപ്പൽഷൻ മൂവിയിൽ കറങ്ങുകയാണ്. ഈ കറങ്ങുന്നതിനിടയ്ക്ക് ഈ MIT എന്ന് വെച്ചാൽ മൂൺ ഇമ്പാക്ട് പ്രോബ് ചന്ദ്രനിലേക്ക് ക്രാഷ് ലാൻഡ് ചെയ്യിപ്പിക്കുകയാണ്, മനഃപൂർവ്വം ചെയ്യിപ്പിക്കുകയാണ്. ഈ ക്രാഷ് ലാൻഡ് ചെയ്യിപ്പിക്കുന്ന സമയത്ത് തന്നെ അന്തരീക്ഷത്തിലെ പഠനങ്ങൾ നടത്തി അത് നിശ്ചയിക്കുന്നു. അങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്നു ചന്ദ്രനിൽ വെള്ളമുണ്ട്, ചന്ദ്രനിൽ വെള്ളം ഉണ്ടായിരുന്നു, ചന്ദ്രനിൽ അന്തരീക്ഷത്തിൽ വെള്ളമുണ്ട്, ചന്ദ്രനിൽ ഐസ് പാടുകളുണ്ട്. ഇങ്ങനത്തെ കണ്ടുപിടുത്തങ്ങളെല്ലാം നമുക്ക് സമ്മാനിച്ചൊരു സാധനമാണ്, ഒരു സാറ്റലൈറ്റാണ്, ഒരു മിഷനാണ് ചന്ദ്രയാൻ-1. അതിനുശേഷം ചന്ദ്രയാൻ-1 ഏകദേശം 1300 കിലോഗ്രാമാണ്. ഇതിന് 11 എക്യുപ്മെന്റ്സ് ഉണ്ട്. ഈ 11 എക്യുപ്മെന്റ്സ് 5 എണ്ണം ഇന്ത്യയുടെ സ്വന്തമാണ്. 6 എണ്ണം നാസ, റഷ്യ, യൂറോപ്യൻ യൂണിയൻ, അവരുടെ സ്പേസ് ഓർഗനൈസേഷൻസ് എല്ലാം കൂടി ചേർത്ത് ഉണ്ടാക്കിയ എക്യുപ്മെന്റ്സ് ആണ്. ബാക്കി 6 എണ്ണം. ഈ ചന്ദ്രയാൻ കൂടുതലും ചന്ദ്രന്റെ ചുറ്റും കറങ്ങിക്കൊണ്ട് അതിന്റെ ഫോട്ടോസ്, അതിന്റെ ടെറൈൻസ്, അതായത് പല റേഡിയേഷൻ അതിന്റെയൊക്കെ പഠനങ്ങൾ നടത്തുക, അതിന്റെ മാപ്പ് ഉണ്ടാക്കുക, 3 ഡയമെൻഷണൽ മാപ്പ് ഉണ്ടാക്കുക ഒക്കെയാണ് അതിന്റെ ജോലി. ഈ MIT ആണ് കൂടുതലും ഗവേഷണം പോയി ചെയ്യുന്നത്. അടുത്തതായി പറഞ്ഞതാണ് ചന്ദ്രയാൻ ചന്ദ്രനിലേക്ക് അയക്കുന്നുണ്ടപ്പോൾ ഇതിന്റെ ബോർഡ് വർക്ക് ചെയ്തു. പിന്നെ ഇതാണ് ചന്ദ്രയാൻ-3. ചന്ദ്രയാൻ-3യുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ISRO നിക്ഷേപിക്കുന്ന ഏറ്റവും പുതിയ ചന്ദ്രനിലേക്കുള്ള ദൗത്യമാണ്. അത് ഏറ്റവും ആദ്യത്തെ, ഇത് ഏറ്റവും പുതിയത്. ഏറ്റവും പുതിയ ദൗത്യമായതുകൊണ്ട് ഇത് ഏറ്റവും പവർഫുള്ളായിട്ടുള്ള GSLV എന്ന് പറയുന്ന റോക്കറ്റ് അല്ലെങ്കിൽ MBM Mark 3 എന്ന റോക്കറ്റ് വേറൊരു കാര്യത്തില് അത് 1300 കിലോഗ്രാം ആണ്. ഇത് 4000 കിലോഗ്രാം ഉള്ളൊരു വസ്തുവാണ് ഈ ചന്ദ്രയാൻ
ഇന്ത്യൻ സാറ്റലൈറ്റ്. ഇതിനകത്ത് 4000 കിലോഗ്രാം, ഇവിടെ ഏകദേശം 2100 കിലോഗ്രാം, ഇവിടെ ഏകദേശം 1800 കിലോഗ്രാം, ഇവിടെ ഏകദേശം 26 കിലോഗ്രാം. അതായത് പ്രൊപ്പൽഷൻ മോഡ്യൂളാണ് 2100 കിലോഗ്രാം. വിക്രം ലാൻഡർ ഏകദേശം 1700 കിലോഗ്രാം. ഇത് ഏകദേശം, അതായത് പ്രഗ്യാൻ റോവർ ഏകദേശം 26 കിലോഗ്രാം. ഇതിന്റെ ഗുണമെന്ന് ചോദിച്ചാൽ ഈ പ്രൊപ്പൽഷൻ മോഡ്യൂള് ചന്ദ്രന്റെ ചുറ്റിലും ഓർബിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു നിശ്ചിത സമയം പെർഫെക്റ്റ് ടൈമിൽ ഈ വിക്രം ലാൻഡറിനെ വിക്ഷേപിക്കുമ്പോൾ ഇത് പതുക്കെ സോഫ്റ്റ് ലാൻഡിങ് ചെയ്യുന്നു. അതും സൗത്ത് പോളിൽ നോക്കണം. ഈ MIT ചന്ദ്രനെ സ്പർശിക്കുമ്പോഴാണ് ഇന്ത്യ ലോകത്തിലെ 5ാമത്തെ രാജ്യമാകുന്നത് ചന്ദ്രനെ സ്പർശിക്കാൻ. എന്നാൽ വിക്രം ലാൻഡിംഗ് സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്തപ്പോൾ ഇന്ത്യ ലോകത്തിലെ ആദ്യത്തെ രാജ്യമായി ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്യുന്നത്. ബാക്കി എല്ലാ രാജ്യങ്ങളും ബാക്കിയുള്ളവരിൽ തന്നെ ലാൻഡ് ചെയ്തത്. ഇന്ത്യയാണ് ഏറ്റവും ഹാർഡ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഉള്ളത് ലാൻഡ് ചെയ്തതിനു ശേഷം പ്രഗ്യാൻ റോവർ ഈ ശിവശക്തി പോയിന്റ് എന്ന പേരിട്ട് ഓർമ്മിൽ നിന്ന് ഏകദേശം 100 മീറ്റർ അകലെ വരെ സഞ്ചരിച്ചു. സഞ്ചരിച്ചപ്പോഴും അത് പല ഗവേഷണങ്ങൾക്ക് തടയങ്ങളിലാണ്. അങ്ങനെ ISRO ചന്ദ്രന്റെ പ്രതലത്തിൽ സർഫസിൽ നല്ലപോലെ നീങ്ങാനും പറ്റുമെന്ന് നമ്മളെ കാണിച്ചു. അതിനുശേഷം ചില പ്രൗഡ് മൂമെന്റ്സ് എന്നൊക്കെ പറയാം. ഈ 14 ദിവസമാണ് ഇതിന്റെ ആയുസ്, അതായത് ഈ മിഷന്റെ ആയുസ്. കാരണം എന്തെന്ന് വെച്ചാൽ ഇവിടുത്തെ 14 ദിവസമാണ് ചന്ദ്രന്റെ ഒരു ദിവസം. അവിടെ സൂര്യൻ അസ്തമിക്കുമ്പോൾ ഈ സോളാർ എനർജി നഷ്ടപ്പെടും. സോളാർ എനർജി നഷ്ടപ്പെടുമ്പോൾ ഈ വിക്രം ലാൻഡർ ഓഫായിട്ട് പിന്നെ 14 ദിവസം ചിലപ്പോൾ ഇത് നിലനിൽക്കണമെന്നില്ല. പക്ഷേ ഇതിന്റെ ആയുസ് 2 വർഷമായിരുന്നു. പക്ഷേ ഈ 2 വർഷം മുമ്പ് ഒരു 9 മാസമായപ്പോൾ തന്നെ ഇത് കൂടിയത്. പക്ഷെ 9 മാസത്തിനുള്ളിൽ ഇത് ചെയ്യേണ്ട ജോലിയുടെ 95% ചെയ്തിട്ടാണ് നീക്കുപോയത്. പിന്നെ ഒരു ആഴ്ച 14 ദിവസമായിരുന്നു. അതിന്റെ ലാസ്റ്റ് ഡേ ISRO പ്ലാൻ ചെയ്തു. ഹോപ്പ് എന്ന് പറഞ്ഞത് എക്സ്പെരിമെന്റ്. ഹോപ്പിനകത്ത് ആ വിക്രം ലാൻഡറിനെ ജസ്റ്റ് എടുക്കുക, 40 സെന്റിമീറ്റർ അപ്പുറത്തേക്ക് മാറ്റി വയ്ക്കുക. അത് നമുക്ക് ചെറുതായിട്ട് തോന്നുമെങ്കിലും ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്ത് കിടക്കുന്ന ഒരു ഗ്രഹത്തിന്റെ ദക്ഷിണ ധ്രുവത്തിൽ കിടക്കുന്ന ഇത്രയും വലിയൊരു സാധനത്തെ പൊക്കിയെടുത്ത് 40 സെന്റിമീറ്റർ അപ്പുറത്തേക്ക് ക്ഷണിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ചന്ദ്രനും ഭൂമിയും തമ്മിൽ നല്ല ദൂരമുണ്ട്. അതായത് സോളാർ സിസ്റ്റത്തിലെ എല്ലാ പ്ലാനറ്റ്സിനും എടുത്ത് അതിന്റെ ഇടയിൽ വെച്ചാൽ പോലും ഇതേ സ്ഥലമുള്ള ഡിസ്റ്റൻസ് ആണ് രണ്ടുപേരും തമ്മിൽ. അത്രയും ദൂരമുള്ള സാധനത്തെയാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. പിന്നെയുള്ള കാര്യം ഈ പ്രൊപ്പൽഷൻ മോഡ്യൂളാണ്. പ്രൊപ്പൽഷൻ മോഡ്യൂളിന്റെ കാര്യം നോക്കാം. GSLV ഈ സാറ്റലൈറ്റിനെ ഒരു മോഡ്യൂളിനെ വിക്ഷേപിച്ചപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ആ ഓർബിറ്റിലേക്കാണ് വിക്ഷേപിച്ചത്. അതുകൊണ്ട് തന്നെ ഈ പ്രൊപ്പൽഷൻ മോഡ്യൂളിന് അത്യാവശ്യം ഫ്യൂവൽ ബാക്കിയുണ്ട്. ഈ ഫ്യൂവൽ ഉപയോഗിച്ച് ISRO ഈ പ്രൊപ്പൽഷൻ മോഡ്യൂളിൽ തിരിച്ച് ഭൂമിയുടെ ഭ്രമണപരിധിയിലേക്ക് കൊണ്ടുവന്നു. അത് വലിയ നേട്ടമാണ്. കാരണം ഇപ്പോഴും നമ്മുടെ ഭൂമിയുടെ ചുറ്റിലും കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അടുത്തതാണ് ആദിത്യ L. ആദിത്യ L എന്ന് പറയുമ്പോൾ ISRO നിന്ന് സൂര്യനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ആദ്യത്തെ മിഷനാണ് ആദിത്യ L. ഇതിലെ L1 സൂചിപ്പിക്കുന്നത് ലഗ്രാഞ്ച് പോയിന്റ് 1 എന്നാണ്. ലഗ്രാഞ്ച് പോയിന്റ് പ്രത്യേകത എന്ന് വെച്ചാൽ സൂര്യന്റെയും ഭൂമിയുടെ ഇടയിലുള്ള 5 പോയിന്റാണ് ലഗ്രാഞ്ച് പോയിന്റ്. ഇതിലെ ആദ്യത്തെ പോയിന്റാണ് L1. അവിടെ L1 ഉണ്ട്, L2 ഉണ്ട്, L3 ഉണ്ട്, L4 ഉണ്ട്, L5 ഉണ്ട്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഭൂമിയുടെയും സൂര്യന്റെ ഇടയിൽ ഏകദേശം പോയിന്റ്സാണ് ലഗ്രാഞ്ച് പോയിന്റ്. അവിടെ ഈ വസ്തുവിൽ കൂടുതൽ എനർജി എടുക്കണ്ട. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എന്നെ പുള്ളി ചെയ്തിട്ട് മാത്രമല്ല ഞാൻ അതിനെ തടുത്ത് ഇതിനതിനെ പുള്ളി. അതുകൊണ്ട് അതിനവിടെ കുറച്ച് നിലനിൽക്കാൻ സാധിക്കും. അങ്ങനെ നിലനിൽക്കുമ്പോൾ അതൊരു ഗുണം. രണ്ടാമത്തെ ഗുണം ലഗ്രാഞ്ച് പോയിന്റിൽ നിന്നുകൊണ്ട് സൂര്യനെ 24 മണിക്കൂർ നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കുന്നതാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ സൂര്യൻ അസ്തമിക്കുന്നു, സോളാർ എക്ലിപ്സ് വരുന്നു, ലൂണാർ എക്ലിപ്സ് വരുന്നു, സൂര്യനകത്ത് മങ്ങിപ്പോകുന്നു ഒക്കെയുണ്ട്. പക്ഷെ ഇവിടെ ഒരു തടസ്സവും ഇല്ലാതെ 24 മണിക്കൂർ ഓൾ ഡേ നമുക്ക് സൂര്യനെ കണ്ടുകൊണ്ടിരിക്കാം. അതുകൊണ്ട് ഇതിനകത്ത് 7 മോഡ്യൂൾസാണ് ശരിക്കും ഉള്ളത്. 7-നകത്ത് 4 സൂര്യനെ കുറിച്ച് പഠിക്കാനുള്ള സ്പെക്ട്രോസ്കോപ്സ് അതുമൊക്കെയാണ്, ക്രോണോഗ്രാഫ്സ് അതൊക്കെ. പിന്നെ ബാക്കി 3 ഈ സമയത്ത് ഈ ലഗ്രാഞ്ച് പോയിന്റ്സിന്റെ പ്രത്യേകതകൾ പറഞ്ഞത് ആ പ്രത്യേകതകൾ കൂടുതൽ പഠിക്കാൻ വേണ്ടിയുള്ള എക്സ്പെരിമെന്റ്സ്, അവയെക്കുറിച്ച് കൂടുതൽ വിവരശേഖരണ കാര്യങ്ങൾ, അതൊക്കെയാണ് ബാക്കി 3 മോഡ്യൂൾസ്. പിന്നെയുള്ള ഒരു കാര്യം, ഈ ചന്ദ്രയാൻ 1 എന്ന് പറയുന്നത് GSLVയുടെ 11ാമത്തെ അറ്റംപ്റ്റാണ്, അതായത് മിഷനാണ്. പക്ഷേ ഇത് GSLVയുടെ 57ാമത്തെ മിഷനുമാണ്. രണ്ടിനകത്തും GSLV ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. വേറെ കാര്യം, ഈ ആദ്യത്തെ
ഇപ്പം നിൽക്കുന്നത് ലെഗ്രാഞ്ച് പോയിന്റ് മുതൽ ഏകദേശം 15 ലക്ഷം കിലോമീറ്റർ അപ്പുറത്താണ്. പക്ഷേ 15 ലക്ഷം കിലോമീറ്റർ അപ്പുറത്തെന്ന് പറയുമ്പോഴും അത് ഭൂമിയുടെയും സൂര്യന്റെ ഇടയിലുള്ള ദൂരത്തിന്റെ ഏകദേശം 1% മാത്രമാണ്. കാരണം ഈ സൂര്യനിൽ തമ്മിൽ ഏകദേശം 1500 ലക്ഷം കിലോമീറ്റർ അകലമുണ്ട്. 1% മാത്രമാണ് ഇത് നിൽക്കുന്നത്. എന്നിട്ടും ഇത് കുറെ പറഞ്ഞത് നടത്തുന്നുണ്ട്. എല്ലാം ഭയങ്കര വിജയങ്ങളാണ്. ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. ഇല്ല 14 ദിവസം കഴിഞ്ഞപ്പോൾ 14 ദിവസം ഡേ 14 ദിവസം നൈറ്റ് അങ്ങനെയാണ് ജൂണില്. ആ 14 ദിവസം നൈറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്, ഇതിന് ഓണാക്കാൻ നോക്കിയിട്ടുണ്ട്, പക്ഷെ പറ്റിയില്ല. പിന്നെയും ജപ്പാനും ചൈനയൊക്കെ വിട്ട് സാറ്റലൈറ്റ്സ് ഉണ്ട്. അതിന്റെ ക്യാമറ എടുത്ത് നോക്കുമ്പോഴും ഈ പ്രോഗ്രാം പോകുന്നത് 100 മീറ്റർ അപ്പുറത്ത് നിൽക്കുന്നതായിട്ട് നമുക്ക് ദക്ഷിണ ധ്രുവത്തിൽ പോയി ദക്ഷിണ ഇതിന് ഇൻബിൽറ്റ് ബാറ്ററീസ് ഒന്നും ചേർക്കാൻ സോളാറുണ്ട്. ബാറ്ററിയിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. എനിക്ക് സിഗ്നൽ കിട്ടാൻ തോന്നില്ലേ? എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ചന്ദ്രൻ ടൂയാണ് സോഫ്റ്റ് ലാൻഡിങ് അറ്റംപ്റ്റ് ചെയ്തപ്പോൾ പ്രശ്നം പറ്റിയിട്ടുണ്ട്. ഇതിന് സോഫ്റ്റ് ലാൻഡിങ് ഓക്കെ പിന്നെ 14 ദിവസമായിരുന്നു. എനിക്ക് തോന്നുന്നു ഏതോ സാറ്റലൈറ്റ് നോക്കിയപ്പോൾ പ്രഗ്യാൻ റോവർ ഇന്നലത്തേക്ക് മാറിയിട്ടുണ്ട്. അപ്പം ISR നമുക്ക് ചിലപ്പോൾ അറ്റംപ്റ്റ് ചെയ്ത് അതിനെ റിവൈവ് ചെയ്യാമെന്ന്. ഇടയ്ക്ക് സിഗ്നൽ എന്തോ ഇന്ററപ്ഷൻ ഉണ്ടായെന്ന് തോന്നുന്നു. ഏത് സ്റ്റാൻഡേർഡിലാണ്? ഞാൻ പ്ലസ് വൺ കഴിഞ്ഞു. പ്ലസ് കഴിഞ്ഞോ? പ്ലസ് വൺ കഴിഞ്ഞു. പ്ലസ് ടു കഴിഞ്ഞു. പ്ലസ് വൺ കഴിഞ്ഞു. എവിടെ പഠിക്കുന്നത്? സെന്റ് ജോൺസ് സെന്റൻസ്. അവിടെ ഇതൊക്കെ ഉണ്ടോ സംഭവം? എല്ലാം പഠിപ്പിക്കുന്നുണ്ട്. കമ്പ്യൂട്ടർ സയൻസ് അപ്പൊ അതിന്റെ ചെറുതായിട്ട് എനിക്കിപ്പോ സ്പേസ് ക്ലബ് അങ്ങനെയല്ലോ? ഇല്ലില്ല. ഞാൻ ഇതിലേക്ക് എങ്ങനെ 9ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ BSSCയില് ക്യാമ്പ് ഉണ്ടായിരുന്നു ISR. അപ്പൊ അതിന് പോയി. അതിന് പോയിട്ടുണ്ടായിരുന്നു. അതിന്റെയൊക്കെ അപ്പൊ അതിന് യുവിക എന്ന് പറയും. അപ്പം ഈ ഓൾ ഇന്ത്യയില് 350 കുട്ടികളെയൊക്കെ സെലക്ട് ചെയ്യും. കേരളത്തിൽ നിന്ന് 10 പേര്. അപ്പൊ അതിനൊക്കെ പോയപ്പോൾ അവിടെ ഇതിനെ കുറിച്ചൊക്കെ ബേസ് കിട്ടി. 10 ഡേ ക്യാമ്പ്. അപ്പൊ അവിടെ ISRലെ സയന്റിസ്റ്റുകാരെ ഒന്ന് പഠിപ്പിക്കുന്നത്. ISRലെ ഈ ഗഗൻയാനൊക്കെ ഇല്ലേ, ഗഗൻയാൻ മിഷൻ അതൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ ആയിരിക്കും. ഇത് റെസ്ട്രിക്റ്റഡാ, പക്ഷെ എന്നാലും കുട്ടികളായോണ്ടായിരിക്കും ജസ്റ്റ് ഗഗൻയാൻ, പിന്നെ മംഗൾയാൻ, പിന്നെ തുമ്പയില് പോകുമ്പോൾ ആ സ്പേസ് ഷട്ടിലില്ല, ആ ഷട്ടിലിന്റെ ഏകദേശം ഒറിജിനൽ മോഡൽ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഹയർ സെക്കൻഡറിക്ക് ഏതാ എടുത്തേക്കുന്നത്? ഞാൻ കമ്പ്യൂട്ടർ സയൻസ്. നെക്സ്റ്റ് എന്താ പ്ലാന്? ഇത് നോക്കുന്നുണ്ട്, IIST നോക്കുന്നുണ്ട്. ഏതാ? ഈ ISRയുടെ തന്നെ കോളേജ് ഉണ്ട്, IIST. അവിടെ നോക്കുന്നുണ്ട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ടെക്നോളജി. അവിടെയും കുഴപ്പമില്ല. അവിടെ പ്രത്യേകം എൻട്രൻസ് ഉണ്ട്. ഒന്നും അല്ല, ജെയുടെ ആ രീതിയിൽ തന്നെ പോകണം കേട്ടോ. ആ രീതിയിൽ തന്നെ പോകണം. വളരെ നന്നായിട്ടുണ്ട് ഡെക്കറേഷനൊക്കെ. വളരെ നന്നായി പ്രസന്റ് ചെയ്യുന്നുണ്ട്. ശരി മോനെ, നന്നായി വരട്ടെ. ഈ രംഗത്ത് തന്നെ പോയിട്ട് വരട്ടെ. വളരെ നന്നായി ക്ലാസ്. ഒരുപാട് സ്കൂളുകളിലെ കുട്ടികൾ ഇത് കാണാൻ, കുട്ടികൾ മാത്രം മുതിർന്നവരും ഉണ്ടായിരുന്നാലും കുട്ടികളായിരുന്നു ഇവിടെ കൂടുതലും പ്രോഗ്രാം കാണാൻ വന്നത്. അങ്ങനെ അതിനകത്ത് നിന്ന് നമുക്ക് 1-2 പിള്ളേരുടെ അഭിപ്രായം ചോദിച്ചാൽ അഭിപ്രായം നോക്കുന്ന കേൾക്കാം. എങ്ങനെയുണ്ടായിരുന്നു അനുഭവം? ഈ രംഗത്ത് ഇത് കഴിഞ്ഞിട്ട് ഈ രംഗത്തേക്ക് പോകാൻ താല്പര്യമുണ്ടോ? ഇത് കേട്ടിട്ട് കണ്ടിട്ടോ? എന്തായിരുന്നു ഇപ്പൊ? ഏത് ക്ലാസ്സിലായി? പ്ലസ് ടു കഴിഞ്ഞു. ഇപ്പൊ ഏതാ അടുത്തതിനും? എഞ്ചിനീയറിംഗ്. പിന്നെ ഇതിനകത്ത് വല്ലതും പോകാൻ വേണമെങ്കിൽ. അത് ശരി. നിങ്ങളൊക്കെയോ? സൈബർ സെക്യൂരിറ്റിയാ. എല്ലാം പ്ലസ് ടു കഴിഞ്ഞാ? ഓക്കെ. എന്താ അവിടെ ഉണ്ടായിരുന്ന ഒരു സെമിനാറിൻ്റെ ഒരു കരിയർ ഗൈഡൻസ് പ്രോഗ്രാമാണ് ഇത് നടക്കുന്നത്. ഇവിടെ ഒത്തിരി കുട്ടികൾ
പല സ്കൂളുകളിൽ തന്നെ ഈ എക്സിബിഷൻ കാണാൻ വന്ന കുട്ടികളെല്ലാം ഇത് അറ്റൻഡ് ചെയ്തിട്ടാണ് അവർ തിരിച്ചു പോയത്. ഒരുപാട് കുട്ടികൾ പല പ്രായത്തിലുള്ള പിള്ളേരുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള പ്രോഗ്രാംസ് നമുക്ക് ആരെങ്കിലുമൊക്കെ സ്പോൺസർ ഏതെങ്കിലും സംഘടനകൾ സ്പോൺസർ ചെയ്തൊക്കെ നടത്താമെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ചില ഇത് എഞ്ചിനീയറിങ്ങും മെഡിസിനും മാത്രമല്ല, ഇങ്ങനെ പല മേഖലകളും ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ രക്ഷിതാക്കൾക്കായാലും കുട്ടികൾക്കായാലും മനസ്സിലാക്കാനൊക്കും. അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ശ്രദ്ധ ചെലുത്തുന്ന വലിയ അത്യാവശ്യമുള്ള കാര്യമാണ്. ഡോക്ടർമാരും എഞ്ചിനീയർമാരൊക്കെ ഇപ്പോൾ ഇഷ്ടം പോലെ നമ്മളിവിടെ നോക്കിയാലുണ്ട്. അത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ശരിക്കും പറഞ്ഞാൽ പിള്ളേരില്ല. അപ്പോൾ ആ ഒരു രീതിയിലേക്കൊക്കെ പിള്ളേർക്ക് പോകാനുള്ള പ്രോത്സാഹനങ്ങളാണ്. ദയവ് ചെയ്ത് ഇങ്ങനെ ഈ വീഡിയോസ് കാണുക, കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുക, അവർക്ക് പ്രോത്സാഹനമാവുക, രക്ഷകർത്താക്കളും അത് കണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം. പാചകവും ക്രാഫ്റ്റും ആർട്ടും മാത്രമല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് വീണ്ടും വീണ്ടും കാണുന്നിടത്തുനിന്ന് എടുത്ത് നിങ്ങൾക്കോട് ഷെയർ ചെയ്യാനൊക്കെ ഒരു മനസ്സ് എനിക്ക് തോന്നത്തുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചിട്ടുണ്ട്. തൽക്കാലം ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി അടുത്തൊരു പുതിയ നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ. പിന്നെ വെപ്പൺ ഹാൻഡിൽ ചെയ്യണം.